അവിടുന്ന് പിന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോഴാണോ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ സമയത്ത് ഭാരതപ്പുഴയ്ക്ക് വേറൊരു ദൃശ്യം കൂടി കാണാൻ പറ്റി. കാരണം ഞാൻ വീഡിയോ തുടങ്ങി. അപ്പോൾ ഏറ്റവും സ്വതന്ത്രമായി വീഡിയോ വലിക്കാവുന്ന സ്ഥലം ഇതാണ്. അതെ അതെ, ആ പാലമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു കേന്ദ്രം. അപ്പോൾ അവിടെ വൈകുന്നേരം വീഡിയോയിലേക്ക് കഴിഞ്ഞ് ഈ തലപ്പന്ത് കളി എന്ന് പറയും ഞങ്ങൾ. ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ അടുക്കി വെച്ചിട്ട് പന്തോണ്ട് എറിഞ്ഞ് ആ കളി, അത് കഴിഞ്ഞിട്ട് ഈ പുഴയിൽ ചാടിയിട്ടുള്ള കുളി, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡിഗ്രി കാലഘട്ടം ആകുമ്പോഴേക്കും ഈ തലപ്പന്ത് കളി മാറി ചീട്ടുകളിയായി. പിന്നെ പുസ്തക വായന അന്ന് ചെറുപ്പം മുതലേ കൂടെയുള്ളൊരു. ചെകുവേരാന്ന് വിളിച്ചിരുന്ന എൻ്റെ മീശകാരനെ. അത് ഡിഗ്രി കഴിയുന്ന സമയത്ത് ചെകുന്നാണ്. ചെകു എന്ന് വിളിക്കുന്ന ചെകുത്താനുള്ള അർത്ഥമുണ്ട്. കയ്യിലിരിപ്പിൻ്റെ രണ്ടും ചേർത്തിട്ടുള്ളൊരു വിളിയായിരുന്നു. അപ്പം ഇവിടെ പിന്നെ വൈകുന്നേരങ്ങളിൽ ഈ പുഴയുടെ അക്കരയിൽ കുറേ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന നല്ല സുന്ദരി കുട്ടികൾ കോളേജിലേക്ക് വരും. അപ്പോൾ അവർ വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ പുഴ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ആ സമയത്ത് കൃത്യം ഞങ്ങൾ അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ ഹാജരുണ്ടാവും. അറിയാലോ ഒരാളല്ല, ഒരുപാട് പേരാണ്. പക്ഷേ എന്നുവെച്ചാൽ അന്ന് ഞാൻ ഭയങ്കര നൂല് പോലെ മെലിഞ്ഞ്, മീശയില്ല, താടിയില്ല, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒരു കൗമാരദശയിൽ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചിട്ടാണ് കോളേജിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ആള് ഞാനാണ് പൊക്കത്തിൽ. പിന്നെ മെലിഞ്ഞ് ഇങ്ങനെ മുഖമൊക്കെ ആയിട്ട് ഒരു പെണ്ണും കണ്ണുള്ളൊരു പെണ്ണും നോക്കൂല, അങ്ങനത്തെ ഒരു. അപ്പൊ ഇതിന്റെ മുഴുവൻ അമർഷം ഇങ്ങനെ ബീഡിയിലും ഈ നിന്നിട്ടും ഒക്കെ ആണ് തീർക്കുന്നത്. അപ്പൊ എല്ലാ പെൺകുട്ടികളോടും ഞാൻ റെഡിയായിരുന്നു, എല്ലാവരുമായിട്ടും. പക്ഷെ അവരാരും റെഡിയായിരുന്നു. കോളേജിൽ എല്ലാ പെൺകുട്ടികൾക്കും ഞാനായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ധൈര്യമായിട്ട് പബ്ലിക്കായിട്ട് ഇടപെടാവുന്ന ഒരു പുരുഷൻ ഞാനായിരുന്നു. കാരണം ആരും സംശയിക്കില്ല, ഇവനെ പ്രേമിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പ്രേമം നിറഞ്ഞ തുളുമ്പാണ്. അപ്പൊ ധൈര്യമായിട്ട് ഇടപെടാവുന്ന ഒരു ആൺകുട്ടി എന്നുള്ള നിലയിൽ എല്ലാ പെൺകുട്ടികളും ഞാനാണ്. അപ്പൊ ഈ ചെക്കന്മാരുടെ ഇടയിൽ എനിക്ക് ഇത്തിരി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ മെയിൻ ഹംസമാണ് ഞാൻ. ഹംസത്തിന്റെ റോളിൽ ഞാൻ ശരിക്കും ഷൈൻ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും നമ്മളിങ്ങനെ മനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരുടെ ലെറ്റർ മറ്റവർക്ക് കൊടുക്കുന്നത്. കാരണം ഇത് ഞാൻ കൊടുക്കേണ്ടതായിരുന്നല്ലോ, ഇവളെ എന്നിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ ഈ പുഴ കേട്ടിട്ടുണ്ട് നമ്മുടെ. ഈ പുഴയോടുള്ളൊരു വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഴപ്പങ്ങളും ആദ്യം ചെയ്തിട്ടുള്ള ഇവിടെ വെച്ചാൽ പ്രീ ഡിഗ്രി പരീക്ഷ തോറ്റു. ആ തോറ്റ രാത്രിയിൽ ദുഃഖം സഹിക്കാൻ വയ്യാണ്ട് ഞങ്ങൾ 12 പേര് ഒരു ഹാഫ് ബോട്ടിൽ മേടിച്ചിട്ട് ആദ്യം മദ്യപാനം ഇവിടെയാണ്. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വന്ന് വേറെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കിടക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന പുഴയിന്ന് ഗ്ലാസ്സിൽ വെള്ളം ആദ്യം എടുക്കുകയും എന്നിട്ട് അതില് ഇതൊഴിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിലാവ് കലർത്തിയിട്ട് ആണ് ആദ്യത്തെ മദ്യപാനം. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന മുല്ലയുടെ ആദ്യത്തെ പോസ്റ്ററാണ്. ഒരു ട്രെയിൻ, ഒരു പാളത്തിന് പുറംതിരിഞ്ഞു. ദിലീപ് കഴിഞ്ഞാലുള്ള ഒരു പ്രധാന നായകൻ ട്രെയിനാണ്, മീറ്റർ ഗേജ് ട്രെയിനാണ്. അത് ഒരു കോളനിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു റെയിൽവേ ട്രാക്കും, ആ ട്രാക്കിലൂടെ പോകുന്ന ട്രെയിനിൽ നഗരത്തിലേക്ക് ജോലിക്ക് വരുന്ന പെൺകുട്ടിയാണ് നായിക. നായകനെ അവൾ ആദ്യം കണ്ടുമുട്ടുന്ന ഈ ട്രെയിനിൽ വെച്ചാണ്. ഒരുപാട് ഇതുണ്ട്. ഞങ്ങൾക്കും എൻ്റെ ലൈഫായിട്ടും ഈ റെയിൽവേ ട്രാക്കിന് ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പോൾ മുല്ലയുടെ കഥ തീരുമാനിക്കുന്നത് ആദ്യം സിന്ധുരാജ് പറയുന്നത് ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ടാണ്. കാരക്കാട് എന്ന് പറയുന്ന ഒരു കോളനി, ക്രിമിനൽസിൻ്റെ ഒരു കോളനിയാണ്, നഗരത്തിൻ്റെ പിന്നാമ്പുറമാണ്. ആ കോളനിയുടെ നടുവിൽ കൂടെ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അതിൽ പാസ് ചെയ്ത് പോകുന്ന ട്രെയിനിൻ്റെ ഫുട്ബോർഡിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടാവും എന്നും. കാലിൽ കൊലുസൊക്കെ ഇട്ട് പാവാടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പെൺകുട്ടി. അവൾ നഗരത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ഇമ്പൾസിന് പിന്നാലെ പോയിട്ട് ശരിയാവാത്ത ചിത്രങ്ങളുണ്ടോ? രസികൻ അങ്ങനെ പറ്റിയൊരു സിനിമയാണ്. എൻ്റെ പരാജയപ്പെട്ട മറ്റു സിനിമകൾ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. രസികന് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ചേകവൻ എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചേകവൻ 2 നായക കഥാപാത്രങ്ങളുള്ള 2 പുതുമുഖ നായകന്മാരെ പ്ലാൻ ചെയ്തിട്ടുള്ള വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നു. അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരു ആ സമയത്ത് അതൊരു മീശമാധവന്. പക്ഷെ ഞാൻ ആ സിനിമയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഒരു തെറ്റായ ഡിസിഷൻ ഞങ്ങൾ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ചേകവൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുണ്ടായിരുന്ന പാർട്ട് 2 കഥാപാത്രങ്ങളും അവർ തമ്മിലുള്ള ഒരു സിങ്കർണൈസേഷനൊക്കെയാണ് അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ദിലീപിന് പറ്റും എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരു ക്യാരക്ടറിനെ പറിച്ചെടുത്തു.
കോംപ്രമൈസ് എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പടത്തിനെ ബാധിച്ചു. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ദുഃഖം രസികനാണ്. കാരണം അത് 2 ലക്ഷ്യവും കണ്ടില്ല. ഒരു റൈറ്റർ നല്ല രീതിയിൽ മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന, നല്ല രീതിയിൽ വരേണ്ടിയിരുന്ന മുരളീകൃഷ്ണൻ എന്ന് പറയുന്ന റൈറ്ററെ കുറച്ച് കാലത്തേക്കെങ്കിലും താൽക്കാലികമായിട്ടാണ് അയാൾ തിരിച്ച് മലയാള സിനിമയിൽ വരും സ്ട്രോങ് ആയിട്ട്. പക്ഷേ താൽക്കാലികമായിട്ടെങ്കിലും അയാളുടെ ഒരു വരവിനെ തടഞ്ഞു. ലാൽ ജോസിന്റെ സിനിമയാണെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും കാണാനുണ്ട്, ആൾക്കാർക്ക് അതൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് എല്ലാ സിനിമയ്ക്കും. ഇതൊരു എക്സ്പെക്ടേഷൻ ഒരു വലിയൊരു ഭാരമായിട്ട് തോന്നില്ലേ? എക്സ്പെക്ടേഷൻസ് ഇപ്പോൾ ഒരു സൗകര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ സിനിമ ചെയ്തു തുടങ്ങുമ്പോൾ. എന്തായാലും കുറച്ച് ആളുകൾ ആദ്യ ദിവസങ്ങളിൽ എൻ്റെ സിനിമ ആയതുകൊണ്ട് കാണാൻ വരും. അപ്പോൾ അവര് നമ്മൾ നല്ലത് ചെയ്യണമെന്ന് കരുതിയിട്ടാണല്ലോ ഓരോ സിനിമയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് തുടരുന്നത്. നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ആളുകൾ വരുമെന്നുള്ളൊരു ധൈര്യം നമുക്ക് തരുന്ന ഒരു ധൈര്യം എന്ന് വെച്ചാൽ മാറി ചില പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാം. എന്തായാലും ഈ ആൾക്കാർ ആദ്യം എന്തായാലും വരും. അപ്പോൾ ഈ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ട് കിട്ടി കഴിഞ്ഞാൽ ഇതായിട്ട് പോയിക്കോളും. അപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാനുള്ള ധൈര്യമൊക്കെ ആ ആളുകളെ വിശ്വസിച്ചിട്ടാണ്. അച്ഛനിറങ്ങാത്ത വീട്, അറബിക്കഥയുടെ ഒക്കെ ധൈര്യം അതാണ്. വെച്ചാൽ അത് സ്വീകരിച്ചു. അപ്പൊ മാറി ചെയ്തപ്പോഴൊക്കെ ആളുകൾ നമ്മളെ, അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകർ ശരിയല്ലാത്തതുകൊണ്ട് എൻ്റെ സിനിമ ഓടിയില്ല എന്ന് പറയാൻ പറ്റില്ല.